മക്കളെ +1 ഏകജാലക പ്രവേശനം ഇന്ന് മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. അതായത് ഇന്ന് മെയ് 25 ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഡേറ്റുകളൊന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് സാർ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. മക്കളെ വേറൊന്നുമല്ല, ഇന്ന് മുതൽ തുടങ്ങി എന്ന് വരെ ഇത് അപ്ലൈ ചെയ്യാമെന്നൊക്കെ കുറേ മക്കൾ ചോദിക്കുന്നുണ്ടായിരുന്നു. സോ എല്ലാ മക്കളുടെ ഡൗട്ട് ഈ ഒരു വീഡിയോയിലൂടെ ക്ലിയർ ആകുന്നതായിരിക്കും. മക്കളെ ഓൺലൈൻ അപേക്ഷ സമർപ്പണം ആരംഭിക്കുന്നത്, അതായത് ഇന്നാണ് ഇത് തുടങ്ങിയത്. കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിൽ ഒരു വൈകുന്നേരം ആയപ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്ന് പറ്റിയില്ലെങ്കിൽ നാളെ മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, ഒരു ടെൻഷനും വേണ്ട. ഇത് ജൂൺ 3 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അതായത് മെയ് 25 മുതൽ, അതായത് ഇന്ന് മുതൽ ജൂൺ 3 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, ഒരു ടെൻഷനും വേണ്ട, സമയമുണ്ട്. അത് ജൂൺ 3 വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട, അതിന് മുമ്പ് നിങ്ങൾ പോയി ചെയ്യുക. അതേപോലെ ഇത് ചെയ്ത ശേഷം ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നത് ജൂൺ 8-ാം തീയതിയാണ്. പിന്നീട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ജൂൺ 15-ാം തീയതി. പിന്നെ മുഖ്യ അലോട്ട്മെൻറ്റ് അവസാനിക്കുന്ന തീയതി ജൂലൈ 1 ആകുമ്പോഴത്തേക്കും നമ്മുടെ അലോട്ട്മെൻറ്റുകളൊക്കെ അവസാനിക്കുന്നതാണ്. പിന്നെ +1 ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് മക്കളെ ജൂലൈ 2 ഒഫീഷ്യൽ ഡേറ്റ്, +1 ക്ലാസ്സുകൾ ആരംഭിക്കുന്ന ദിവസം. പിന്നെ പ്രവേശന നടപടികൾ അവസാനിക്കുന്ന ഓഗസ്റ്റ് 5, അതായത് സ്പോട്ട് അഡ്മിഷൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവസാനിക്കുന്നത് ഓഗസ്റ്റ് 5 കൂടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ഡേറ്റുകൾ. ഒന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക, നിങ്ങൾക്ക് ഇത് ആവശ്യം വരുന്നതായിരിക്കും. +1 മെയിൻ ഡേറ്റുകളാണ് മെയ് 25, ജൂൺ 3, പിന്നെ ജൂൺ 8 തൊട്ട് നമ്മുടെ അലോട്ട്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ചില കുട്ടികൾ ചോദിക്കും, സാർ എന്തൊക്കെയാണ് നമ്മൾ അവിടെ കൊണ്ടുപോകേണ്ടത്, അതൊന്നുകൂടെ ഞാൻ ഓർപ്പിക്കുകയാണ് മക്കൾ, നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതായത് നിങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. SLC രജിസ്റ്റർ നമ്പർ വേണം, ജനന തീയതി, പാസ്സായ വർഷം, മാസം, OTP ലഭിക്കാൻ മൊബൈൽ നമ്പർ. ഏതെങ്കിലും എടുക്കാൻ മറന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ലേറ്റ് ആകും. അതുകൊണ്ടാണ് ഇതെല്ലാം കയ്യിൽ കൊണ്ടുവേണം പോകാൻ. കൃത്യമായ ജാതി വിവരം, പഠിച്ച സ്കൂളിൻ്റെ പേര് അല്ലെങ്കിൽ സ്കൂൾ കോഡ്, OEC വിഭാഗത്തിൽ ഉൾപ്പെട്ടിരുന്ന വിവരം, ആധാർ നമ്പർ, പിന്നെ NCC, SPC തുടങ്ങിയവയുടെ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ അതെടുക്കണം. ഭിന്നശേഷി വിഭാഗക്കാർക്കുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതെടുക്കണം. പിന്നെ ജനറൽ വിഭാഗക്കാർക്ക് വാർഷിക വരുമാനം 4 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്, അത് ഗവൺമെൻറ് സ്കൂളിൽ മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, എയ്ഡഡ് സ്കൂളുകളില്ല. പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്കൂളുകളുടെയും കോഴ്സുകളുടെയും മുൻഗണനാ ക്രമം, അതായത് ഏത് ഓർഡറിൽ വേണം നിങ്ങൾക്ക് കൊടുക്കാനെന്നുള്ള ആ ഒരു ഐഡിയ നിങ്ങൾക്ക് വേണം, എങ്കിലേ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അപേക്ഷയിൽ ഒരു ഇത് ശ്രദ്ധിച്ചോളാം, അപേക്ഷയിൽ രേഖപ്പെടുന്ന സംവരണങ്ങൾ, അതായത് EWS, കാസ്റ്റ്, ഇതല്ല ബോണസ് പോയിന്റ് എന്നിവയുടെ അസൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ സമയത്ത് സ്കൂളിൽ നിർബന്ധമായും ഹാജരാക്കണം. ഇല്ലാത്ത പക്ഷം അഡ്മിഷൻ റദ്ദാക്കുന്നതാണെന്ന് ഒരു പോയിന്റ് കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഓർത്തോളുക. ഇതെല്ലാം നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ മക്കളെ. അതോടൊപ്പം നിങ്ങളോട് പറയാനുള്ളത് മക്കളെ, +1 ജൂലൈ 2-ാം തീയതി തൊട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടി നമ്മുടെ MS സൊല്യൂഷൻ ബാച്ച് നിങ്ങൾക്കായിട്ട് ഓപ്പൺ ആണ്. ഇപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമുക്കൊരു സ്പെഷ്യൽ ഓഫറുണ്ട്, 50% ഓഫാണ് 10 A+ കിട്ടിയ മക്കൾക്ക്. 10 A+ കിട്ടിയ മക്കൾക്ക് 50% ഓഫാണ് നമ്മൾ നൽകുന്നത്. അത് ഇന്നത്തെ ഡേറ്റ് തന്നെ നിങ്ങൾ പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുകയാണ്. നിങ്ങൾക്ക് AMS ബേസ് ബാച്ച്, AMS മെയിൻ ബാച്ച് തുടങ്ങിയ ബാച്ചുകളിലൊക്കെ നിങ്ങൾക്ക് ഓഫർ ലഭ്യമാണ്. ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാനിവിടെ കൊടുക്കുന്നുണ്ട് മക്കളെ, നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ബാച്ചിൻ്റെ അഡ്മിഷൻ എടുക്കുക. കാരണം ഇനി അതേപോലെ 9 A+ കിട്ടിയവർക്കും 8 A+ കിട്ടിയവർക്ക് എന്തെങ്കിലും ഉണ്ടോ മക്കളെ, അവർക്ക് 25% ഓഫും ഞങ്ങൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇന്ന് തന്നെ അഡ്മിഷൻ എടുക്കണമെന്ന് നിങ്ങളെ അന്ന് അറിയിക്കുകയാണ് മക്കളെ. പെട്ടെന്ന് മെയിൻ ബാച്ചോ ബേസ് ബാച്ചിലോ. വ്യത്യാസം എന്താണെന്നറിയാം, നിങ്ങളോട് എല്ലാവരോടും ഒരു അധ്യാപനം നില പറയുന്ന മക്കളെ മെയിൻ ബാച്ച് എടുക്കാനാണ്. അത് പൈസ കൂടുതൽ കിട്ടണമെന്നൊന്നുമല്ല. ലൈവ് റെക്കോർഡ് ക്ലാസ്, ലെവൽ 1 ലെവൽ 2 ക്വസ്റ്റ്യൻസ്, MRQ MUQ തുടങ്ങിയ ക്വസ്റ്റ്യൻ, ഇതെല്ലാം അതേപോലെ ഒരു മെൻറ്റർ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് കാണും. ഇതെല്ലാം ഉള്ളത് നമ്മുടെ മെയിൻ ബാച്ചിലാണ്. സോ മെയിൻ ബാച്ച് എടുക്കാനാണ് സാർ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും എമൗണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബേസ് ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കൂട്ടുകാർ അറിയുക, 10 A+ ഉള്ള മക്കൾക്ക് 50%, അതായത് പകുതി എമൗണ്ടോടുകൂടി നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അതേപോലെ 8 A+ അല്ലെങ്കിൽ 9 A+ ഉള്ള മക്കൾക്ക് 25% ഓഫാണ് മക്കളെ. പെട്ടെന്ന് ജോയിൻ ചെയ്തോ, കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുത്തു കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം മക്കളെ. ബൈ.